ഇവിടെ ചില ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? സ്ഥലം രസമുണ്ടല്ലേ? ഖത്തറിലെ അൽഖോറ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത ശേഷം നേരെ പോയത് അൽഖോറ സ്ട്രീറ്റിലേക്ക്. പിന്നെ അവിടെ സുഹൃത്ത് പ്രശാന്ത് കോട്ടക്കൽ ഉണ്ടായിരുന്നു. അവിടെ കുറേ നേരം ചിലവഴിച്ച് ഡിന്നറൊക്കെ കഴിച്ചു. അൽഖോറയിലെ പേർപ്പിൾ ഐലൻഡ് മനോഹരമാണ്. വളരെ കാമാൻ ക്വയറ്റുള്ള പ്രദേശമാട്ടോ. ഇവിടെ കുറേ മാംഗ്രോവ്സും കടലിനോട് ചേർന്ന ഭാഗവും ഖത്തറിലെ ഒരു വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത്. ആ ബ്രിഡ്ജും വിഷ്വൽ ട്രീറ്റ്മെൻറ്റാണ്. അതായത് സ്റ്റിൽ ഫോട്ടോ ആളുകൾക്കും വീഡിയോ എടുക്കുന്നവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ അൽഖോറയിലെ പേർപ്പിൾ ഐലൻഡ്. നമ്മളെ സ്വന്തം പ്രശാന്ത് ഭായ് അടിപൊളി ഖത്തറിൽ വന്നിട്ട് നമുക്കൊരു തട്ടകം അൽക്കൂർ പറഞ്ഞ തട്ടകം. ആ തട്ടകത്തേക്ക് ഫൈസൽ മാഷ് എത്തി. അതിൽ ഫാമിലി ആയിട്ട് വന്നു. അപ്പൊ നമ്മളെ കമ്പനിയിലുള്ള നമ്മളെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടി ഫൈസൽ മാഷ ഒന്ന് കാണണം എന്നുള്ള ഒരു ഇതുകൊണ്ട് അവരൊക്കെ വരാൻ വേണ്ടിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. പോയി വെക്കാം. സുധീഷ്, ജിതിൻ, സന്തോഷം. ഇതൊരു വേറെ ആളുണ്ട് കേട്ടോ ഇവിടെ. സ്വന്തം സന്തോഷം, ഗംഭീരം. അപ്പൊ പ്രശാന്തോ? ഓക്കെ ഇനി നാട്ടിൽ നമുക്ക് കാണാം. ഇനി നാട്ടിൽ നിന്നാണല്ലേ? അല്ല, അതിന്റെ മുന്നേ നമുക്ക് പോണതിന് മുമ്പ് കാണാം. അങ്ങനെ പ്രശാന്തിൻ്റെ ഡിന്നറൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഇന്നത്തേക്ക് അൽഖോറയിൽ നിന്നും പിരിഞ്ഞു. തിരിച്ച് ന്യൂസിലാൻഡിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ നല്ല കോടുണ്ടായിരുന്നു. എന്തായാലും രസകരമായ ഒരു ഈവനിങ് അല്ലെങ്കിൽ നൈറ്റായിരുന്നു ഇന്ന്.